ഫ്രണ്ട്സ്, എല്ലാവർക്കും സനിമോൾസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഇത് വേറൊന്നുമല്ല, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് നമ്മുടെ എർക്കുമോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കുളിക്കണ സമയത്ത്. അവന് തലയിൽ വെള്ളമൊഴിച്ച് കുളിക്കാനായിട്ട്. ആളെ ഞങ്ങള് പല രീതിയിലും കുളിപ്പിക്കാൻ നോക്കിയിട്ടും ഒരു രക്ഷയില്ല ഇവനെ കുളിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പൊ ഞങ്ങള് എല്ലാ ദിവസവും കുളിപ്പിക്കാൻ നേരത്ത് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ടാണ് കുളിയും കഴിഞ്ഞ് പോണേ. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്യാപ്പ് എന്റെ കണ്ണിൽ പെട്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഇറക്കിന് വേണ്ടി വാങ്ങിക്കാന്ന്. അപ്പൊ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് നമുക്ക് ഡെലിവറി ചെയ്തു. അപ്പൊ നമുക്കതൊന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പൊ അൺബോക്സ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് ഇറക്കിന് പാകാവുന്നതാണോ, നമുക്ക് യൂസ്ഫുൾ ആണോ എന്ന് അറിയണമല്ലോ. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉപകാരത്തിൽ കൊള്ളും. അപ്പൊ കൊള്ളാട്ടോ. വലിയ അത്യാവശ്യം ഭയങ്കര വലിയ പ്രശ്നമൊന്നും തോന്നല്ല. ക്വാളിറ്റി ഒന്നും ഭയങ്കര പ്രശ്നമൊന്നും തോന്നല്ല. യെസ്, ഇത് സിലിക്കൺ ആണ് കേട്ടോ. നമുക്ക് കൊച്ചിന് അങ്ങനെ വേദനയൊന്നും എടുക്കൂല. ഇത് ഫ്ലെക്സിബിൾ ആണ്, വലിഞ്ഞോളും, നന്നായിട്ട് വലിഞ്ഞോളും. ക്വാളിറ്റി വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കിതൊന്ന് വെച്ച് നോക്കിയാലോ. ഇറക്കിന് ഇത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. വെക്കട്ടെ ഇറക്കേ? വെച്ചേരട്ടെ. എന്തോ മോന് കുളിക്കുമ്പോഴേ പേടിയല്ലേ കുഞ്ഞിന് വെള്ളം വീഴുമ്പോ? ഇനി ഇത് വെച്ച് കഴിഞ്ഞാ കൊച്ചിന്റെ തലയിലേക്ക് വെള്ളം വീഴില്ല. അതന്നെ, ബാക്കിലോട്ട് തന്നെ പോയിക്കോളൂ. എവിടെ കാണട്ടെ? ബാക്ക് തിരിഞ്ഞ കുഞ്ഞ് കാണിച്ചു കൊടുത്തേ. നേരെ തന്നെ. കണ്ടോ, വെള്ളം നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കഴുകുമ്പോ വെള്ളം ഇങ്ങോട്ട് പുറകിലോട്ട് ഒഴുകി പോയിക്കോളും. അപ്പൊ കൊച്ചിന്റെ കണ്ണിലൊന്നും വീഴില്ല. ആൾക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടക്ക് ആള് തന്നെ തലമേലൊക്കെ കുളിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ വെള്ളം പൈപ്പ് ഇങ്ങനെ തുറന്നിട്ടിട്ട് കോരി ഒഴിച്ച് കുളിക്കുമായിരുന്നു. അങ്ങനെ കുളിച്ചോണ്ടിരുന്ന അത് കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്ക് വെള്ളം ഒഴിക്കാൻ പേടിയായത്. അപ്പൊ ഞങ്ങൾ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എങ്ങാനും വല്ല കണ്ണിലോ മൂക്കിലൊക്കെ വെള്ളം പോയി അങ്ങനെ വല്ല പേടിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാവണം മാഷെ അങ്ങനെ കുളിക്കാതെ ആയത്. അപ്പൊ ഞങ്ങൾ കുളിപ്പിക്കാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആര് കുളിപ്പിക്കാൻ പോയാലും സമ്മതിക്കില്ല. പിന്നെ ഇപ്പൊ കുളിപ്പിച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുവാവനെ നമ്മൾ കുളിപ്പിക്കണ പോലെ കയ്യിൽ വെള്ളം എടുത്തിട്ട്, അമ്മയെ കയ്യിൽ വെള്ളം എടുത്തിട്ട് കുഞ്ഞാവനെ കുളിപ്പിക്കണ പോലെ കുളിപ്പിച്ചാൽ മതി എന്നൊക്കെയാ പറയാ. അപ്പൊ ഇങ്ങനെ വെള്ളം എടുത്ത് നനച്ച് തുടച്ച് അങ്ങനെയൊക്കെയാണ് ആളെ കുളിപ്പിച്ച് കയറ്റണത്. അപ്പൊ അതിനൊരു പരിഹാരമായി. അപ്പൊ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് കണ്ടില്ലേ, എങ്ങനെയുണ്ട് ഈ പ്രൊഡക്റ്റ്? നല്ല പ്രൊഡക്റ്റ് അല്ലേ? യൂസ്ഫുൾ ആയിരിക്കും. കുട്ടികളുള്ള മാതാപിതാക്കൾക്കൊക്കെ ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാം. എന്തായാലും ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ എന്തായാലും നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന്റെ റിവ്യൂ ഞാൻ എന്തായാലും ഇട്ടേക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡി ആയിട്ട് ടച്ച് ആവണ ഭാഗത്തൊന്നും ഈ പ്ലാസ്റ്റിക്കിന്റെ, അതായത് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഒന്നും വരുന്നില്ല. ആകെ ഈ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല എലാസ്റ്റിസിറ്റി ഉള്ള നല്ലൊരു മെറ്റീരിയൽ, നല്ല സിൽക്കൺ ആണ്. നമുക്കറിയാലോ, സിൽക്കൺ ആവുമ്പോ പിള്ളേർക്കൊക്കെ വേറെ അലർജി ഒന്നും വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഒന്നിനും അലർജിയോ അങ്ങനെ ഒന്നും വരില്ല. കുട്ടികൾക്ക് സേഫ് ആണ്. അപ്പൊ ഇതാർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം. ഇതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പറഞ്ഞേ ബൈ പറഞ്ഞേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ പറഞ്ഞേ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യോന്ന് ചോദിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യോ? അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.